ഇത് നമ്മുടെ മലേഷ്യൻ പാഷൻ ഫ്രൂട്ടാണ്. മലേഷ്യൻ പാഷൻ ഫ്രൂട്ട് ഇതിപ്പോൾ ഏകദേശം 2 വർഷമായി വളരുന്നുണ്ട്. പിന്നെ ഇത് ആയുർ ചക്കാണ്. ആയുർ ചക്കൻ്റെ പ്ലാവാണ്. ഇത് അടുത്ത് ആയുർ ചക്ക നിങ്ങൾ അടുത്ത് വന്ന് കുറച്ചപ്പോഴും കാണാൻ പറ്റുള്ളൂ. അത് ആയുർ ചക്കൻ്റെ പ്ലാവാണ്. ഓക്കെ. പിന്നെ ഇത് ഒന്ന് തിരിച്ചു കാണിച്ചു തരാം. ഇത് ആഫ്രിക്കൻ പച്ചമുളകാണ്. ആഫ്രിക്കൻ ഇറങ്ങി റെഡിയായി വരുന്നുള്ളൂ. പിന്നെ അതുപോലെ ഒരുപാട് കൃഷികളോട് ചെയ്യുന്നുണ്ട് നമ്മൾ. ഒന്നും ഇതായിട്ടില്ല, ഞങ്ങൾക്ക് റെഡിയായിട്ടില്ല. അടുത്തില്ല. പിന്നെ നമ്മളെ പേരക്കുമരം തായ്ലാൻഡിൽ നിന്ന് കൊണ്ടുവന്നൊരു മരമാണ്. തായ്ലാൻഡ് കായ്ക്കുന്നുണ്ട്. സൂം ചെയ്ത് കൊടുക്കി കാണിച്ചു പ്രേക്ഷകർക്ക് നമ്മളെ പ്രേക്ഷകർക്ക് കാണിച്ചു കൊടുക്കി. തായ്ലാൻഡിൽ നിന്ന് കൊടുക്കുന്ന സാധനമാണ്. ഇപ്പോൾ വെച്ചിട്ട് ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 1.5 വർഷമായി. നല്ല റിസൾട്ടാട്ടാ. പിന്നെ നമ്മൾ അടുത്തത് അമ്പഴങ്ങ കണ്ടോ. ഒന്ന് നമ്മൾ പ്രേക്ഷകർ സൂം ചെയ്ത് കാണിച്ചത് അമ്പഴങ്ങ കായ്ച്ച മരം നട്ടതിന് ശേഷം എനിക്ക് തോന്നുന്നു ഒരു 6 മാസത്തിന് ശേഷം അമ്പഴങ്ങ ഇങ്ങനെ പടുതിരാന്ന് കായ്ക്കുകയാണ്. വളരെ നല്ല റിസൾട്ടാണ് അമ്പഴം. ഓക്കെ. പിന്നെ ഇത് പേരക്ക നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ നമ്മൾ കോയമ്പത്തൂരിൽ നിന്ന് വരുമ്പോൾ വാങ്ങിക്കൊടുക്കാം. മരം വളർന്നു വരുന്നുണ്ട്. ഇത് ഏകദേശം ഇങ്ങനെ വെച്ചതാണ്. ഇതിന് ഇത് ഭാഗത്ത് നിൽക്കണില്ല. അതുകൊണ്ട് നമ്മളെ പഴയ കള്ളിത്തിൽ. പിന്നെ ഇത് നമ്മൾ മദ്രാസിൽ നിന്ന് കൊടുത്തൊരു മാങ്ങന്മാരാണ്. മദ്രാസിൽ നിന്ന് കൊടുക്കുക. ഈ മദ്രാസ് മാങ്ങ കായ്ക്കുന്നുണ്ട്. പക്ഷെ എന്താണ് ഒരു ഉണർവ് ഇങ്ങനെ വരുന്നുണ്ട്. എന്നാലും റിസൾട്ട് നല്ല റിസൾട്ടാട്ടാ. മദ്രാസിൻ്റെ കായാണ് ഇത്. മദ്രാസ്. ഓക്കെ. പിന്നെ നമ്മളിവിടെ ഇത് വെച്ചതിൽ ഏറ്റവും കൂടുതൽ നല്ലൊരു റിസൾട്ട് കിട്ടാതെ പോയത് ഈ കരിവേപ്പിൻ്റെ മരമാണ്. ഇതെന്ന് പറഞ്ഞാൽ ഒന്ന് സുമേത് പ്രേക്ഷകർ കാണിച്ചിട്ട് ഇതെന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2 വർഷം കഴിഞ്ഞിട്ട് ഈ വലുപ്പത്തിൽ നിന്ന് ഇത് പോണില്ല. ഇതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിദഗ്ധമായിട്ട് ഇത് പരിശോധിക്കുന്നുണ്ട്. പക്ഷെ റെഡി ആയിട്ടില്ല. ഓക്കെ. പിന്നെ പോയിട്ടും വന്നിട്ടും ഇതൊക്കെ നമുക്ക് ഏറ്റവും കൂടുതൽ നല്ല റിസൾട്ട് കിട്ടുന്നത് നമുക്ക് അമ്പഴങ്ങ കേട്ടോ. അമ്പഴങ്ങ. ഓക്കെ. നമ്മൾ രാവിലെ എങ്ങനെ അതൊക്കെ